ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേനത്തീയലാണ്. അതായത് നോൺ വെജ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് തീയൽ. തീയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, അതായത് ചേന നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇതൊരു 150 ഗ്രാം ഓളം ചേന ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇത് ഉള്ളിയാണ്. ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, കാരണം ഇവിടെ ചെറിയ ഉള്ളി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് വലിയ ഉള്ളി, കുഞ്ഞുള്ളി ആണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് തേങ്ങ, ഇത് ഒരു മുറി തേങ്ങ ചിരകി എടുത്തേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടിയിടാൻ കുറച്ച് വെളുത്തുള്ളിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് കലക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇതിപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചേന, ആവശ്യത്തിന് ഉപ്പ്, അതായത് നമ്മുടെ ഉപ്പിനെ നമുക്ക് എത്ര ഉപ്പ് വേണോ അതനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേനയിലും ഉള്ളിയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം എണ്ണയിൽ കിടന്നത് മൂത്ത് വരുമ്പം ഇതൊന്നും സെറ്റാവും. ചേനത്തീയൽ ഉണ്ടാക്കാനൊന്നും വലിയ പാടുള്ളതല്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല രീതി വേവണം. ചേന നല്ല രീതി വേവുന്നതാണ് ആ ഒരു തീയലിൻ്റെ ടേസ്റ്റ്. തീയൽ നല്ല സെറ്റായിട്ട് കിട്ടണമെങ്കിൽ ചേന വെന്ത് അതിൻ്റെ ആ ഒരു ഉടഞ്ഞ പരുവത്തിൽ റെഡിയാകണം. ഇത് നമുക്ക് പാത്രം വെച്ച് അടച്ചു വെക്കാം കുറച്ചു നേരം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിക്ക് പിടിക്കരുത്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അപ്പം അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. നമ്മൾ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയും അതുപോലെ 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ നല്ലതായിരിക്കും. കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പം തേങ്ങ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. തേങ്ങ ബ്രൗൺ കളറായിട്ട് വരുന്നു. പിന്നെ ചേന ഒരുവിധം അതിൻ്റെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ഒരുപാട് വെള്ളമായി കുറുകി വരാൻ താമസിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് ചേനയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ അടച്ചു വെക്കാം. തേങ്ങ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. തേങ്ങ ഒരുവിധം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഇത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടിക്ക് പിടിക്കാതെ ഫ്ലെയിം എപ്പോഴും ഓഫ് ആക്കിയിട്ട് മാത്രമേ പൊടി ഇടാവൂ, കാരണം ഓൾറെഡി ചട്ടി ചൂടായിട്ടിരിക്കുകയാണ്. കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട്
തേങ്ങയായിട്ട് ആ പൊടി ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് തീ ഓണാക്കുന്നതായിരിക്കും ഇടുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ചെറുതായിട്ട് ഒപ്പിച്ചിങ്ങനെ എടുക്കണം. പൊടിയൊക്കെ ഒന്ന് അനന്ന് വന്ന് എടുക്കണം. നമ്മുടെ ചേന ഇവിടെ ഇരുന്ന് വേവുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറിൽ പൊടിയൊക്കെ അനന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയിലോട്ട് ഈ പൊടിയിട്ട് അനത്തിയ പൊടി എടുത്തിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ ചേനയിലോട്ട്, വെന്ത ചേനയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നന്നായിട്ട് നമ്മൾ ഇത് ഫുള്ള് എപ്പോഴും വെള്ളം ചേർക്കാതെ അരച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം വെള്ളം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തീയലിന് കിട്ടത്തില്ല. ഇത് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് വെച്ച് ആദ്യം ഇതിലേക്ക് നമ്മളാണ് കലക്കി വെച്ചേക്കുന്ന പുളിവെള്ളം എടുത്ത് ഒഴിക്കും. കാരണം പുളി ഡയറക്റ്റ് ഒഴിക്കുന്നതിന് നല്ലത് നമ്മൾ എന്തായാലും അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കും. അപ്പം കുറച്ച് പുളിവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് അരച്ചെടുക്കാം. ആ ഒരു മിക്സ് നല്ലതായിട്ട് റെഡിയാവും. നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചേന വേവിച്ച് വെച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുക്കുന്ന കുറച്ച് വെള്ളത്തിൽ ഇത് ഫുള്ള് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കേ. ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം. അപ്പൊ തന്നെ നല്ലൊരു കുറുകിയ ആണ് തീയലിരിക്കുന്നത്. നന്നായിട്ട് ഇപ്പൊ നമ്മൾ തേങ്ങ അനത്തി എടുത്തതിനകത്ത് പുളിവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. കാരണം അപ്പൊ ആ ഒരു പുളി നല്ലതായിട്ട് ആ ഒരു മിക്സിനകത്ത് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നതിന് വരെ അടച്ചു വെക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടിട്ട് കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ ചേന വേവിക്കാനായിട്ട് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ തന്നെ നല്ല കുറുകിയാണ് തീയൽ വന്നേക്കുന്നത്. തീയൽ എപ്പോഴും ഒരു നല്ല സെമി ഗ്രേവി ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിന് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ കുറച്ചിട്ട് കൊടുത്ത് അടച്ചു വെക്കാം. കുറച്ച് അടച്ചു വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തീയൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന്, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ചും ഒഴിച്ചു കൊടുത്ത്. ഇതിനി ഈ ചട്ടിയിൽ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ ഈ ചട്ടിയിലെ ചൂട് കൊണ്ട് ഇതൊന്നുകൂടെ ഒന്ന് കുറുകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു കറക്റ്റ് കുറുകിയ രീതിയിലാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയേക്കുന്നത്. ചട്ടിയിൽ ഇരുന്നത് ഒന്നുകൂടെ ഒന്ന് പറ്റി വരും. ഇപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് കൂടുതൽ നാളെ ചൂടൊക്കെ മാറി തണുത്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറികളും വേണ്ട, തീയൽ മാത്രം മതി കഴിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ചേനത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ടേസ്റ്റി ആയിട്ടുള്ള ചേനത്തീയലാണ്. എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തീയലാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.